മരിയയുടെ പേരുണ്ടല്ലേ? മരിയ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അവൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് പാട്ട്, ഡാൻസ് അങ്ങനെയൊക്കെയാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ, നല്ലൊരു കഴിവാണ്. നന്നായിട്ട് പാടുന്നുണ്ട്, നന്നായിട്ട് ഡാൻസും കളിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവൾ ഡാൻസും പാട്ടൊക്കെ പഠിക്കാൻ വിടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കഴിഞ്ഞ ദിവസം ടീച്ചറെ ഡിസ്ചാർജ് ആയത് 2 മാസത്തോളം ഹോസ്പിറ്റലായിരുന്നില്ലേ? നമ്മൾ കുറച്ചായില്ലേ കണ്ടിട്ട്, ഞാൻ ജസ്റ്റ് ഒന്നിനെ കാണാമെന്നാണ്. പിന്നെ ഉണ്ടല്ലോ, ലൈബ്രറിയിൽ ഞാൻ കുറച്ച് ബുക്ക്സ് എടുത്തിട്ടുണ്ട് നിനക്ക് വേണ്ടിയിട്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് ത്രില്ലറായിട്ടുള്ള നോവൽസ് ഒക്കെ അല്ലേ, ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിലിരുന്ന് ബോറടിക്കുന്നൊന്നും പറയണ്ട. ടീച്ചറെ, എൻ്റെ ചികിത്സയ്ക്ക് കുറേ പൈസ ആയതുകൊണ്ട് ഇപ്രാവശ്യത്തെ എക്സാം ഫീസ് ഞാൻ കുറച്ച് താമസിച്ചേ അടയ്ക്കുള്ളൂ കേട്ടോ. ഫീസോ? ഫീസിൻ്റെ കാര്യം ഓർത്ത് വരെ പേടിക്കണ്ട, അത് ഞാൻ അടച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ ടീച്ചറെ, ഒന്നും പറയണ്ട, ഞാൻ അടച്ചിട്ടുണ്ട്, ഒന്നും പേടിക്കണ്ട കേട്ടോ. പോയി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തോ. ശരിയാ. എങ്ങനെയുണ്ട്? ഉഷാറായിട്ടിരിക്കുന്നോ? അമ്മേ, ഞാൻ കുറച്ച് ചെറുതായിട്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു ഇച്ചിരി പൈസയാണ്, അവൾക്ക് ഒരു മാസത്തെ മെഡിസിൻ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ കേട്ടോ. ഇത് എടുത്ത് വെച്ചേരെ. എനിക്കറിയാം നിങ്ങളിപ്പം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഇത് എടുത്ത് വെച്ചോ കേട്ടോ. ടീച്ചറെ കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് ഇങ്ങോട്ടൊക്കെ. പിന്നെ ഉണ്ടല്ലോ, 10 A+ കിട്ടിയ പിള്ളേരെ വിളിപ്പിക്കുന്നുണ്ട്, നീ എന്തായാലും വരണം. അയ്യോ ടീച്ചർ മാറിപ്പോയി, എനിക്ക് 10 A+ ഒന്നുമില്ല, എനിക്ക് 8 A+ ഉള്ളൂന്നോ? ആ പിള്ളേരെല്ലാം സ്കൂളിൽ വന്ന് പഠിച്ച് 10 A+ മേടിച്ച പിള്ളേരാണ്. നീ വീട്ടിലും ആശുപത്രിയിലൊക്കെ ആയിട്ടിരുന്ന് പഠിച്ച് മേടിച്ചാണ് 8 A+. അപ്പോൾ എന്തായാലും 10 A+നേക്കാൾ കുറച്ച് മുൻതൂക്കം നിൻ്റെ 8 A+നാണ്. അപ്പോൾ എന്തായാലും നീയും വരണം കേട്ടല്ലോ. മടിച്ചിരിക്കരുത്. അമ്മേ പറഞ്ഞുതരാം, അവളെ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അവൾ പഠിക്കുന്നുണ്ട്, എക്സാം ഒക്കെ പാസ്സാവുന്നുണ്ട്. പിന്നെ എല്ലാവരെയും പോലെ അല്ലല്ലോ. പേപ്പർ തായോ? കഴിഞ്ഞു. ടീച്ചർ ഒറ്റ മിനിറ്റ്. ഓക്കെ, എന്നാൽ വേഗം എഴുത്. ഞാൻ പുറകിൽ പോയിട്ട് ആ പേപ്പർ മേടിച്ച് വരുന്നോടം വരെ ഇരുന്ന് എഴുതിക്കോ കേട്ടോ. അപ്പോഴത്തേനും എനിക്ക് തിരിച്ചു വന്നേക്കണം.